പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി 2ാം ക്ലാസ്സുകാരൻ കയറി ചെന്ന മലപ്പുറത്തെ ഫയർ സ്റ്റേഷനാണിത്. അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കാൻ 4 കിലോമീറ്ററിലധികം ദൂരം നടന്നാണ് കുട്ടി ഇവിടെ എത്തിയത്. കുട്ടിക്ക് രക്ഷയായിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. കുട്ടി ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. സംഭവം കുട്ടി ഇവിടെ ഒരു ആവശ്യ നിലയിൽ ഒരു കുട്ടി ഇവിടെ വന്നു. എന്നിട്ട് ഞങ്ങളുടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്താണ് പറഞ്ഞത്, പിന്നെ എന്നെ ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല, അതുകൊണ്ട് എന്തോ പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തീരെ ആവശ്യമായിരുന്നു. അപ്പോഴത്തേനെ ഞങ്ങൾ കുറച്ച് വെള്ളവും കൊടുത്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് അവനെ ഞങ്ങളെ കൂട്ടത്തിൽ ഭക്ഷണവും കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ഹെൽപ്പ്, അതേസമയം തന്നെ ചൈൽഡ് ഹെൽപ്പിൽ തന്നെ അറിയിച്ചു. അവരുടനെ തന്നെ വന്നു. അതിനോടൊപ്പം ഞങ്ങൾ ലോക്കൽ ഒരു അന്വേഷണം നടത്തി. നമ്മുടെ ആൾക്കാരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേന് അവർക്ക് അറിയാവുന്ന ഒരാൾ ഇയാളുടെ പിതാവായിട്ടുണ്ടാകും. പിതാവിനെ അറിയിച്ച് അയാളും ഇവിടെ എത്തി, കുട്ടിയുടെ പിതാവും ഇവിടെ എത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞ് കുട്ടിയായിട്ട് ചൈൽഡ് കൗൺസിലർ സംസാരിച്ചു. അതിനുശേഷം ഈ ചൈൽഡ് കൗൺസിലറും കുട്ടിയുടെ പിതാവും കൂടെ അവർ രണ്ടുപേരുടെ അയാളുടെ വീട്ടിലേക്ക് പോയി, കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാന്ന് കുട്ടിയുടെ ഉമ്മ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് അറിയത്തില്ല. എന്തായാലും ശുഭമായിട്ട് കലാശിച്ച കാര്യം, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാത്ര അവർക്ക്. പിന്നെ താഴെ 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ അവര് വികൃതി കാട്ടിയിട്ടാണ് ഉള്ളിന്ന് കുറ്റിട്ടെന്ന് പറയുന്ന വാപ്പ. ഇവൻ പറഞ്ഞ പോലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നൊന്നും വീട്ടുകാരും വിചാരിച്ചില്ല. ഏതാണ്ട് 4 കിലോമീറ്ററോളം ഈ മലപ്പുറം മഞ്ചേരി റൂട്ടിലെ വളരെ വാഹനത്തിരക്കൊക്കെ ഉള്ള ഒരു പ്രധാന പാതയാണ് ഇത്. 4 കിലോമീറ്ററിലധികം നടന്ന് ഇവിടെ എത്തുകയായിരുന്നു. എന്തായാലും ഈ ഫയർഫോഴ്സ് 4 കിലോമീറ്ററാണ് കുട്ടി യാത്ര ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോയത്. സത്യം പറഞ്ഞാൽ 2 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ക്ഷീണിച്ചു പോകും. ഈ 4 കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടിയുടെ ഒരു അവസ്ഥ നോക്ക്. ശരിക്കും ഈ മാതാപിതാക്കൾ കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഫയർ സ്റ്റേഷനിൽ പോയ കാരണം അവരെല്ലാവരും കൂടി കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി, എല്ലാം സോൾവ് ആക്കി. ഇനി കുട്ടി വേറെ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്തും കുട്ടി? ശരിക്കും കെയർ ചെയ്യണം, കുട്ടികളാണ് ശ്രദ്ധിക്കണം.